ഈ കരിമണലിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു മൂല്യം എത്രത്തോളമാണ്? പ്രത്യേകിച്ച് അല്ല, ഈ നമ്മുടെ കൊല്ലം തൊട്ട് ആലപ്പുഴ വരെയുള്ള ആ തീരപ്രദേശത്താണല്ലോ പ്രധാനമായും ഈ ധാതുമണൽ ഉള്ളത്, അല്ലേ? അതെ അതെ. അപ്പോൾ പൊതുവിൽ എങ്ങനെ ഇതിനെ മാർക്കറ്റിലുള്ള വാല്യൂ എങ്ങനെയാണ്? മാത്രമല്ല, ഈ ഖനനം നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില ഇതൊക്കെ ഉണ്ടല്ലോ, പാലിക്കേണ്ട ചില റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലേ? കേന്ദ്ര നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഖനനം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം, തീർച്ചയായിട്ടും പറയാം. നമ്മുടെ നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള ഭാഗത്ത് ആണ് ഏറ്റവും കൂടുതൽ കരിമണൽ നിക്ഷേപമുള്ളത്. ആ 22 കിലോമീറ്റർ സ്ട്രെച്ചിൽ അതിൽ ചവറയിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കരിമണൽ നിക്ഷേപം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചവറയിലാണ്. ചവറയിൽ നിന്ന് വടക്കോട്ട് 8 കിലോമീറ്റർ വീതിയിലാണ് ഈ കരിമണൽ നിക്ഷേപമുള്ളത്. ഇത് ഞാൻ പറയുന്ന റിപ്പോർട്ടല്ല, നമ്മുടെ ആധികാരികമായിട്ട് നമ്മുടെ മൈനിങ് ആൻഡ് ജിയോളജി പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ചവറയിൽ നിന്ന് തെക്കോട്ട് 6 കിലോമീറ്റർ വീതിയിൽ കരിമണൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് കടലിൽ അവർക്ക് മൈനിങ് ആൻഡ് ജിയോളജിക്ക് കിട്ടാൻ കഴിയുന്ന ആ ഭാഗം വരെയുള്ളത് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷവും എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇല്ല. കരിമണൽ, ചവറയിൽ കിട്ടുന്ന കരിമണൽ ഏറ്റവും സമ്പുഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിലുള്ള ആ കരിമണൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60% മിനറൽസാണ്, മോർ ദാൻ 60%. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു കുട്ടയ്ക്ക് ഏകദേശം 1500 രൂപ നമ്മൾ മാർക്കറ്റ് റേറ്റ് ഒന്നും റേറ്റ് ഇല്ല, അനധികൃതം എന്നേ ഞാൻ പറയുള്ളൂ, വില വരും. ഒരു ടൺ കരിമണലിൻ്റെ വില എന്ന് പറയുന്നത് 12,000 രൂപ മുതൽ 30,000 രൂപ വരെ വരും, ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ എത്ര മിനറൽസ് അതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കണക്കാക്കിയാൽ. നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുഴമണലാണ് ഏറ്റവും വില കൂടുതലെന്ന് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. പുഴമണൽ ഒരു M3 2,500 രൂപയാണ് അംഗീകരിച്ച വില. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ അറിയാം ഇതിൻ്റെ വില എത്ര എന്നുള്ളത്. 12,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ്. ഇനി ഈ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കരിമണലിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 1400 ദശലക്ഷം ടണ്ണാണ്, 1400 മില്യൺ ടണ്ണാണ്. ഇത് കായംകുളം വരെ ഉള്ള ഭാഗമാണ്. ഇനി കായംകുളത്തിന് വടക്കെടുത്താൽ കായംകുളം മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗം, അവിടെ ഏകദേശം 262 ദശലക്ഷം ടൺ കരിമണലുണ്ട്. ഈ കരിമണൽ, നമ്മുടെ ചവറയിലുള്ള കരിമണൽ, ഇപ്പോൾ നമ്മൾ 1975 നമ്മൾ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ആകാശത്തേക്ക് വിടുന്നത്. ഭാരതം, ആര്യഭട്ട, ഭാസ്കര തുടങ്ങി നമ്മൾ കറക്റ്റായിട്ട് IRS ഒക്കെ വിക്ഷേപിച്ച് തുടങ്ങി കേരളത്തിൻ്റെ കോസ്റ്റ് ലൈൻ എടുത്തിട്ടുള്ള സാറ്റലൈറ്റ് മാപ്പ് എടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ മാപ്പും അന്നത്തെ മാപ്പും കൂടെ മൊസൈക്ക് ചെയ്യുക എന്ന് പറയും. നമ്മുടെ ഭാഷയിൽ, എഞ്ചിനീയറിംഗ് ഭാഷയിൽ മൊസൈക്ക് ചെയ്യുക എന്ന് പറയും. നോക്കുമ്പോൾ അതിലെ വ്യത്യാസമെന്ന് പറയുന്നത് 1000കണക്കിന് ഏക്കർ ഭൂമിയില്ല. ഈ 1000കണക്കിന് ഏക്കർ ഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ അനധികൃത ഖനനം മൂലം പരിസ്ഥിതിക്ക് ഏറ്റവും അധികം ആഘാതം വന്നിട്ടുള്ള ഒരു മേഖലയാണ്. ഞാനൊരു ഹൈഡ്രോഗ്രാഫറാണ്. അതുകൊണ്ട് എൻ്റെ സർവീസ് തീരുന്നവരെ 2018 തീരുന്നത് വരെയും ഈ കടലോരങ്ങളിലെല്ലാം ഓരോ വർഷത്തിലും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രാവശ്യമോ ഈ കംപ്ലീറ്റ് പരിവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആലപ്പാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. അതുപോലെ തീരം നഷ്ടപ്പെടുന്നത്, എറോഡ് ചെയ്ത് പോകുന്ന തീരം നഷ്ടപ്പെട്ടു പോകുന്നത്, അതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. മുൻപ് വള്ളങ്ങളും ഈ മത്സ്യത്തൊഴിലാളികളെ വള്ളങ്ങളും വലകളും ഒക്കെ അവിടെ സൂക്ഷിച്ചിരുന്നു. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഇന്ന് നടന്നു പോകാൻ പോലും വീതിയിൽ അവിടെ കടലോരം ഇല്ല. അത് കാണണമെങ്കിൽ
അറിയണമെങ്കിൽ ഒരു മണികെട്ടി അമ്പലമുണ്ട് ചവറ, അതെ. മേക്കതിൽ എനിക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഇത് വരുന്നില്ല, കാട്ടിൽ മേക്കതിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അകത്ത് കയറി നിന്നിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും നോക്കണം. അമ്പലത്തിനെ സംരക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? പാറയിട്ട് അമ്പലത്തിൻ്റെ ഭാഗം സംരക്ഷിച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റും നിന്നാൽ അമ്പലം കടലിലേക്ക് തള്ളി നിൽക്കുകയാണ്. അമ്പലം കരയുടെ ഭാഗമായിരുന്നു, ഈ ഷോറിനകത്തായിരുന്നു. ഇപ്പോൾ കടലിൽ നിൽക്കുക. അതിൻ്റെ രണ്ട് സൈഡിലും തീരമില്ല. തീരം ഉള്ളിലേക്ക്, അതായത് ഏകദേശം 100-200 മീറ്റർ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഖനനം അവിടെ നടന്നിരിക്കുന്നു.